ഹായ്, എല്ലാവർക്കും സ്റ്റാർ വിത്ത് ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റും പ്രസൻറ്റ് ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല കേട്ടോ. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, നിങ്ങൾ പായലൊന്നും ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. അതുപോലെ തന്നെ ഇത് കോമൺ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മാത്രം എടുക്കുക, അല്ലാത്തെല്ലാം വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് അത് വാലിഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് പാസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടിരിക്കുന്നത് ടവർ കാർഡ്, അതുപോലെ തന്നെ 7 ഓഫ് പെൻറ്റിക്കിൾ, 9 ഓഫ് വാൻഡ്സ് ആണ്. പ്രസൻറ്റിനെ ബേസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് കപ്പ്, 4 ഓഫ് സോഴ്സ് ആൻഡ് ഡെത്ത് കാർഡ്. ഫ്യൂച്ചറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്പ്, ഹെയറോഫൻ്റ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, ഇവിടെ കിട്ടുന്ന എനർജി അനുസരിച്ച് പാസ്റ്റിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിൽ പോയതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് ആദ്യം തന്നെ ടവർ കാർഡാണ് കിട്ടിയത്. പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ വന്ന ഒരു സഡൻ ചേഞ്ച് ആയിട്ടാണ് കാണിക്കുന്നത്. എന്താണ് റീസൺ എന്ന് അറിയില്ല കേട്ടോ. ഇതൊരു ഷോർട്ട് റീഡിംഗ് ആയതുകൊണ്ട് അതിനുള്ള കാർഡ്സ് ഞാൻ എടുത്തിട്ടില്ലേ. ഒരുപക്ഷെ കുറച്ച് പേർക്ക് ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂ കാണും, അല്ലെങ്കിൽ കരിയറിൽ പ്രോബ്ലം കാണും. എന്തുതന്നെ റീസൺ ആണെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് ഒരു ബൗണ്ടറി വെച്ചതായിട്ട് കാണിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കാം, അവരായി തന്നെ നിങ്ങളുമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയെന്നാണ് കാണിക്കുന്നത്. ഇതായിരുന്നു പാസ്റ്റിലെ എനർജിയിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രസൻറ്റ് എനർജിയിൽ കിട്ടിയിരിക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കാതെ ഇപ്പോൾ റെസ്റ്റിംഗ് മോഡിലാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കാര്യം തൽക്കാലം അവർ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, കാരണം ഇവിടെ നമുക്ക് 6 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടും കാണിക്കുന്നു. അവർക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് ഗുഡ് മെമ്മറീസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. നിങ്ങളുമായുള്ള ഈ ഒരു ഗ്യാപ്പ് മാറണമെന്നും സമയമാകുമ്പോൾ ഒരു ന്യൂ സ്റ്റാർട്ട് വേണമെന്നും അവർ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ആഗ്രഹിക്കുന്നു. ബിക്കോസ് നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് ഒരു എൻഡിങ്ങിനെയും അതുപോലെ ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫർ ചെയ്യാൻ വരുന്ന ഒരു പേഴ്സണാണ്. അത് 80% ആൾക്കാർക്കും നിങ്ങളുടെ പേഴ്സൺ തന്നെ ഒരു റീയൂണിയനായി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഒരു ന്യൂ പേഴ്സൻ്റെ പരമാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ മാരേജ് പോസിബിൾ ആയിട്ടുള്ളവർക്ക് അവരൊരു മാരേജ് ഓഫറുമായിട്ടാണ് വരുന്നത്. ഒരു സ്ലോ മൂവ്മെൻ്റ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ ഇനിയും മാസങ്ങൾ എടുത്തിരിക്കുക അവർ വരാനായിട്ട്, എന്നാൽ അവർ വരുമെന്ന് ഉറപ്പാണ്. അതുപോലെ ഒരു സ്റ്റെബിലിറ്റി ആയാണ് അവർ വരുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെയും പേരിൽ അല്ലെങ്കിൽ കരിയറിൻ്റെ പേരിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് 100% വിശ്വസിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റിയോട് കൂടെയുള്ള മാരേജ് ഓഫറുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിൽ വരുന്നത്. ഓക്കെ, എന്തൊക്കെ ക്ലൂസ് കിട്ടുമെന്ന് നോക്കാം. ആദ്യം തന്നെ ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ലെറ്റർ ഒ, ലെറ്റർ എൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലെറ്റർ ആയിരിക്കാം. ഓക്കെ, അതുപോലെ നമ്പർ 10 കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒക്ടോബർ മാസം നിൽക്കുമ്പോഴത്തേക്ക് അതുപോലെ എക്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഭരണി എന്ന് പറയുന്ന നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് അവിട്ട നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 12 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസംബർ മാസമായിരിക്കും കേട്ടോ. ഓക്കെ, ഉത്രാടം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പൂരം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. 21 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് ബർത്ത്ഡേ ആയേക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ ഏജും ആയിരിക്കാം. ഓക്കെ, റിങ്ങിന് പ്രാധാന്യമുള്ളതായിട്ട് കാണിക്കുന്നു. അതുപോലെ അക്വേറിയസ് സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് പൂരാട നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് ബട്ടർഫ്ലൈസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ കപ്പിളായിട്ട് വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുമായിരിക്കാം കേട്ടോ. നിങ്ങൾക്ക് സൈനായിട്ട് എടുക്കാവേ. ഓക്കെ, നമുക്ക് 7 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തായിട്ട് ഏപ്രിൽ എന്ന മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഓക്കെ, അതുപോലെ ഫൈനൽ കിട്ടിയിരിക്കുന്നത് ഡിസംബർ എന്ന മാസമാണ്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.